ഇന്ന് ഞാനിവിടെ എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് കുതിർക്കൊന്നും വേണ്ട, ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. 2 കപ്പ് റൈസിന് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് സവോള, ബീൻസ്, ടൊമാറ്റോ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി. പിന്നെ ഇതിലേക്ക് 8-10 വെളുത്തുള്ളിയും വേണം, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും വേണം. ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസിനുള്ള റൈസ് ഒരുപാട് വേഗമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വെന്താൽ മതിയാകും. ഇനി ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഓട്ടുരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചുവട് കട്ടിയുള്ള പാത്രം തന്നെ ഉപയോഗിക്കുമ്പോൾ ചൂട് നന്നായിട്ട് ഇതിൽ തങ്ങി നിൽക്കും. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴേക്ക് നമുക്ക് ഈ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസും മുട്ടയും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ലതുപോലെ ഇവിടെ യോജിച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാം നല്ല വിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇത് റൈസും വെജിറ്റബിൾസും മുട്ടയെല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മല്ലിയില വിതറി ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.